സോ കീം 2025 വൺ ഷോട്ട് ഫോർമുല റിവിഷൻ സീരീസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നാളെ മുതൽ നമ്മൾ ക്വസ്റ്റ്യൻസ് രാവിലെ 10 മണിക്ക് ആഡ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ രാവിലെ 10 മണിക്ക് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് നോക്കുക, ചെയ്യുക, അതിൻ്റെ സൊല്യൂഷൻ ഉണ്ടാവും. നമ്മൾ ചെയ്തു തരില്ല, പക്ഷേ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾ കാണിച്ചു തരും. അപ്പോൾ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഇവിടെ പഠിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിന് ഫോർമുല മര്യാദയ്ക്കില്ല, പക്ഷേ ഈ ഒരു ചാപ്റ്റർ എന്താണുള്ളത്, കൺസെപ്റ്റ് ആണുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ പറയുന്ന ടോപ്പിക്സിനെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യുക, യൂട്യൂബിൽ അടിച്ചിട്ട് ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ലൈവ് കണ്ട് പഠിക്കുക. അത് പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പറയുന്ന ടോപ്പിക്ക് എന്ത് ചെയ്യുക, പഠിക്കുക, അതിന് ശേഷം ക്വസ്റ്റ്യൻസ് കൂടുതൽ വർക്കൗട്ട് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. അപ്പോൾ ആദ്യം മെയിനായിട്ട് നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞുതരാം. റിഫ്ലക്സീവ് സിമെട്രിക് ട്രാൻസിറ്റീവ് റിലേഷൻ. ഒരു റിലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇങ്ങനെയാണ് റിലേഷൻ ഉണ്ടാവുക. റിലേഷൻ പറയുക 1,1 എന്നൊക്കെ പറഞ്ഞാൽ കുറേ എലമെൻറ്റ്സ് ഉണ്ടാവും, 1,2 അങ്ങനെ കുറേ എലമെൻറ്റ്സ് ഉണ്ടാവും. അപ്പം റിഫ്ലക്സീവ് എന്ന് പറഞ്ഞാൽ ആ റിലേഷൻ്റെ അത് 1,1 എന്ന് വെച്ചാൽ A,A ഉണ്ടാവണം. 1,1 2,2 ഇത് റിഫ്ലക്സീവ് അല്ല. കാരണം എന്താണ്, 1,2 ഉള്ളതുകൊണ്ട്. 1,1 ഉള്ളതുകൊണ്ട് എന്താണ് ഇത് റിഫ്ലക്സീവ് ആണ്. പക്ഷേ ഇത് 1,2 എന്ന് പറയുമ്പോൾ അത് റിഫ്ലക്സീവ് അല്ല. പക്ഷേ റിലേഷൻ്റെ അത് 1,1 ഉള്ളതുകൊണ്ട് ഇത് റിഫ്ലക്സീവ് റിലേഷനാണ്. ഇനി അടുത്ത നമ്മൾ പറയുമ്പോൾ എന്താണ്, സിമെട്രിക് എന്ന് പറഞ്ഞാൽ ഒരു ഇതേപോലെ റിലേഷനകത്ത് എന്തൊക്കെ ഉണ്ടാവണം, 1,2 ഉണ്ടെങ്കിൽ 2,1 ഉണ്ടാവണം, A,B ഉണ്ടെങ്കിൽ B,A ഉണ്ടാവണം. അതാണ് എന്ത്, സിമെട്രിക് റിലേഷൻ. ഓക്കെ, നിങ്ങൾക്ക് ടോപ്പിക്കിൽ ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറഞ്ഞാണ് 1,2 അതേപോലെ തന്നെ 2,3 എന്ന് പറഞ്ഞൊരു സാധനം ഇതിനകത്തുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് നോക്കേണ്ടത് 1,3 ഉണ്ട് നോക്കുക. ഇതുണ്ട് നോക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു എലമെൻറ്റ് വെച്ചാൽ A,B ഉണ്ടാവണം, അതേപോലെ തന്നെ എന്താണ് B,C ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ A,C അങ്ങനെ ഈ 3 സാധനങ്ങളുണ്ടെങ്കിൽ എന്താണ് അർത്ഥം, ഇറ്റ് ഈസ് ട്രാൻസിറ്റീവ് റിലേഷൻ. അതേപോലെ തന്നെ റിഫ്ലക്സീവ് സിമെട്രിക് ട്രാൻസിറ്റീവ്, ഈ മൂന്നും ഒരുമിച്ച് വരുന്ന കേസിനെ പറയുന്ന റിലേഷനാണ് ഇക്വലൻസ് റിലേഷൻ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവായിട്ട് ചോദിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രോബ്ലമായിട്ട് ചോദിക്കാം, ഒരുപാട് രീതിയിൽ ചോദിക്കാം. ഓക്കെ, ഇനി നമ്മൾ പറയുന്ന ഫംഗ്ഷനെ കുറിച്ചാണ്. സോ അതിന് മുന്നേ നിങ്ങൾക്ക് ഹൈലി യൂസ്ഫുൾ ആയിട്ട് വാട്സപ്പ് ബോട്ട് ഉണ്ട്. കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്ത ലിങ്ക് വെച്ചിട്ട് കോളേജ് ദോസ്തിൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് ബോട്ടിലെത്താം. ഇവിടെ നിങ്ങൾക്ക് കീമിനുള്ള ഒരുപാട് കാര്യങ്ങൾ കിട്ടും. നിങ്ങളുടെ കീമിൻ്റെ എക്സാം സ്ട്രാറ്റജി, അതേപോലെ തന്നെ എക്സാമിൻ്റെ കാര്യങ്ങൾ, അതേപോലെ തന്നെ ചാപ്റ്റർ ഏതൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യണം, ചാപ്റ്റർ വൈസ് അനാലിസിസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കൊടുത്ത ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കും വെച്ച് ഈ ഒരു സാധനം എക്സ്പ്ലോർ ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ കണ്ടൻസ് ഉണ്ട്. അപ്പം ഇൻട്രസ്റ്റ് ഉള്ളവർ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എൻറോൾ ചെയ്യുക കേട്ടോ. അപ്പം ഇത് വളരെ ചെറിയ ടോപ്പിക്കാണ്. നിങ്ങൾക്ക് ഫംഗ്ഷനും റിലേഷൻസും ഒക്കെ ആവുമ്പോൾ ജസ്റ്റ് പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. ഇനി റിലേഷൻ ഇനി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഓൺ ടു ഫംഗ്ഷൻ ഉണ്ട്, 1,1 ഫംഗ്ഷൻ ഉണ്ട്, 1,1 ആൻഡ് ഓൺ ടു ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ ഒരു റിലേഷൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ f(x)y എന്നുള്ളൊരു ഫോർമാറ്റിലുള്ള ഫംഗ്ഷനാണ് എന്ത് പറയുന്നത്, സർജക്റ്റീവ് അല്ലെങ്കിൽ ഓൺ ടു പറയുന്നത്. അതേപോലെ തന്നെ f(x1) f(x2) ആണെന്ന് പറയുന്ന ഫോർമാറ്റ് 1,1 അല്ലെങ്കിൽ ഇൻജക്റ്റീവ് എന്ന് പറയുന്നത്. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷനെ പറയുന്ന പേരാണ് 1,1 ആൻഡ് ഓൺ ടു അല്ലെങ്കിൽ ബൈജക്റ്റീവ്. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ g(f(x) കാണാൻ പഠിക്കുക, അതേപോലെ തന്നെ f(g(x), അതേപോലെ തന്നെ g(f(x), അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. ഒരു ഫംഗ്ഷൻ തരുമ്പോൾ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ അത് പഠിക്കുക. ഓക്കെ, ഞാൻ ഈ പറയുന്ന ടോപ്പിക്സിന് ചോദ്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാം. സോ വർക്ക് ഹാർഡ് ഫോർ ദാറ്റ്. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ ഇൻവേർട്ടിബിൾ ആവുന്ന കണ്ടീഷൻ. ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കണ്ടീഷനാണ് അവിടെ കിട്ടുക. ഓക്കെ, ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ എന്ന് പറയുന്ന അർത്ഥം എന്താണ്, 1,1 ഓൺ ടു, അതായത് ബൈജക്റ്റീവ് ഫംഗ്ഷനാണ് നമ്മൾ ഇൻവേർട്ട് ചെയ്ത്. ഇപ്പോൾ ഞാനിവിടെ പറയുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് എന്താണ് ഒബ്ജക്റ്റീവ് ഏതോ ഒരു ഉത്തരം ഉണ്ടാവുള്ളൂ. പക്ഷേ നിങ്ങൾ ഓരോ ടോപ്പിക് എടുക്കുക, അറ്റ്ലീസ്റ്റ് 2-3 പ്രോബ്ലം ചെയ്യുമ്പോൾ എന്താണ് കൺസെപ്റ്റ് ക്ലിയർ ആവും. ഇതെന്ത് ചെയ്യുക, വരുന്ന കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുക. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഈ കൺസെപ്റ്റ് ടച്ചിങ് ആണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സെക്ഷനിൽ പ്രത്യേകിച്ച് കാര്യങ്ങൾ നോക്കാനില്ല. ഇത് നമുക്ക് ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്ന സംഭവമാണ്. ഈ ബൈനറി ഓപ്പറേഷൻ ചിലപ്പോൾ കീമിൽ തന്നെ നിങ്ങൾക്ക് ഫോർമുല തരും. അപ്പോൾ ആ ഫോർമുലക്ക് അനുസരിച്ച് ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുണ്ടാവുള്ളൂ. അപ്പോൾ റിലേഷണൽ ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് റിവിഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ടൈം വളരെ ലിമിറ്റഡ് ആണ്. ഞാനൊരു എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. യൂണിവേഴ്സിറ്റി എക്സാമാണ് നെക്സ്റ്റ് വീക്ക്. അതേപോലെ തന്നെ പ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് തിരക്കിലാണ്. സത്യം പറഞ്ഞാൽ പ്രൊജക്റ്റൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസൊക്കെ ലാഗ് ആകുന്നത്. എന്നാലും മാക്സിമം എത്ര പറ്റുന്നോ അത്ര ചെയ്തു തരും. അത് മാത്രം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ കൂടുതൽ എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റ് കാര്യങ്ങൾ ചെയ്താൽ ഫോർമുല വൃത്തിക്ക് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ടിന് കമൻറ്റ് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബേഴ്സിന് എത്തിക്കുക. അപ്പോൾ നമുക്കൊരു മോട്ടിവേഷനാണ്. സോ എന്ത് ഡൗട്ടിലും കമൻറ്റ് ചെയ്യുക. സോ വൺ ഷോട്ട് സീരീസ് വിൽ കണ്ടിന്യൂ ടുമാറോ ആൻഡ് മോർ ക്വസ്റ്റ്യൻസ് വിൽ കം ടുമാറോ. വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഉണ്ടെങ്കിൽ നമ്മൾ എന്തും ചെയ്യാറുണ്ട്. സോ താങ്ക് യു സോ മച്ച്.